അത് ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ചെകിടത്ത് അടിക്കുമായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അടിക്കാൻ പോകുന്നേ? എന്ത് തെറ്റ് ചെയ്തെന്നോ? കൂടെ ജനിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. കൂടെ ജനിച്ച അനിയത്തിയായിരുന്നെങ്കിലേ അടിച്ച് തോല് പൊളിച്ചേനെ. തെറ്റ് ചെയ്തിട്ടും ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ നാണമില്ലേ നിനക്ക്? കസ്റ്റമറുടെ മുമ്പിൽ ഭാസ്കരയുടെ നാണം കെട്ട് നിൽക്കുന്നത് നമ്മുടെ അഭിമാനം പോയതുപോലെയല്ലേ? സംസ്കൃതി ഇവന്റ്സിന് ചീത്തപ്പേരുണ്ടായ അത് നമ്മുടെ ഫാമിലിയെ ബാധിക്കുന്ന പോലെയല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്താ ചീത്തപ്പേര് വന്നേ? ശരിയായ സമയത്ത് ഏട്ടൻ കണ്ടതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ നാണം കെട്ട പ്രവൃത്തി കാരണം നമുക്ക് എന്ത് വലിയ ചീത്തപ്പേരുണ്ടായേനെ. ആ കസ്റ്റമറിന് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമായിരുന്നില്ലേ? അത് മാജിക് പെൻസിൽസ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ആദ്യം അവിടെ ഉണ്ടായിരുന്ന പെൻസിൽ മാറ്റാനുള്ള കാരണം എന്താ? ആ പെൻസിൽ ആയിരുന്നെങ്കിൽ ഡിസൈൻ നന്നാവുന്ന് വിചാരിച്ചു. ഭാസ്കരേട്ടനോട് നിങ്ങൾ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേ അഖില് നിങ്ങളെ പറ്റി സംശയം പ്രകടിപ്പിച്ചായിരുന്നു. പട്ടിയുടെ വാല് നിവർത്താൻ പറ്റാത്തതുപോലെ നിങ്ങളെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ തന്നെ ദ്രോഹം ചെയ്തോണ്ടിരിക്കുക. ആവശ്യമില്ലാതെ ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ഈ വീട്ടിലെ ഏട്ടത്തേക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടോ അത്രയും ഞങ്ങൾക്കും ഉണ്ട്. ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? നിന്നെ മാറ്റി നിർത്തിയിട്ട് ഭാസ്കരേട്ടനെ ചെയർമാന്റെ സ്ഥാനത്താക്കിയതിന്റെ ദേഷ്യമില്ലേ നീ കാണിച്ചോണ്ടിരിക്കുന്നേ? അതുകൊണ്ടല്ലേ പ്രതികാരം ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവൾക്ക് അങ്ങനത്തെ പ്ലാനൊന്നുമില്ല. ആ പ്ലാനിന്റെ പിന്നില് ഇളയമ്മയുടെ ബുദ്ധി കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. അഖിലെങ്ങാനും ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, ഇന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഈ കുടുംബം ഒന്നിച്ച് കഴിയണമെന്ന് ഏട്ടൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഇനിയും നിങ്ങൾ മാറിയില്ലെങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ സംഭവിക്കാം. എന്തിനാ ഇവളിത്രയും ബഹളം വെക്കുന്നേ? അവര് ബഹളം വെച്ചിട്ട് പോയാൽ നമ്മൾ സമാധാനമായിട്ടിരിക്കോ? നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിരിക്കും. നമ്മളെ തടയാൻ ഇവിടെ ആരുമില്ല. ആ അബി ഏട്ടാ, നമുക്ക് ഓഫീസിലേക്ക് പോയാലോ? എന്താന്ന് വെച്ചാൽ നാളത്തെ ഈവൻസിനെ പറ്റി നമ്മുടെ സ്റ്റാഫിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? ഷുവർ ഏട്ടാ, പോവാലോ. അത് മാത്രമല്ല, ഈ ഇവന്റ് നടത്തണമെങ്കിൽ അവർ തന്ന അഡ്വാൻസും തികയത്തില്ല. കാശിനിയും കുറച്ചുകൂടെ വേണ്ടി വരും. പോകുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അക്കൗണ്ടിൽ കാശില്ലെന്ന് എങ്ങനെ ഏട്ടനോട് പറയുക? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫീസിലേക്ക് പോവാം. എന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ ആരെങ്കിലും അയച്ച് പണം എടുത്തിട്ട് വരാൻ പറയാം. ശരി അബി. മോളെ വസു, അഖിൽ, നമുക്ക് ഓഫീസിലേക്ക് പോകണം. അഖിലിനെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലാനായി ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാസ്കരേട്ടാ. ആ കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഓഫീസിന്റെ കാര്യം പിന്നെ നോക്കായേട്ടാ. ആദ്യം അഖിലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. വേണ്ട എടുത്തി, ഈവന്റ് നാളെയല്ലേ? നാളെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടർ ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണം അഖിൽ. വസുന്ധര, ഒരു കാര്യം ചെയ്യും, ഞാനും ഏട്ടനും കൂടെ ഓഫീസിലേക്ക് പോയി ഈവന്റ് കാര്യങ്ങളൊക്കെ നോക്കാം. താനും കാർത്തിയും കൂടെ ചേർന്ന് അഖിലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഫ്രണ്ട്സിന് വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞാൽ എങ്ങനെയാ? ശരി ഏട്ടാ, ഏട്ടൻ പൊയ്ക്കോ. പോയിട്ട് വരാം വസു. ശരി ഭാവനെ. കാർത്തിക, പെട്ടെന്ന് റെഡിയാക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകാം. അത് ഏടത്തി, എനിക്ക് നല്ല സ്റ്റൊമക് പെയിൻ ഉണ്ട്. അഖിലിനെ ഏട്ടത്തി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ഇത്രയും സമയം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എങ്ങനെയാ സ്റ്റൊമക് പെയിൻ വന്നത്? പെയിനൊക്കെ പറഞ്ഞിട്ടാണോ വരുന്നത്?
എന്നാ നീ ഉറപ്പായും ഹോസ്പിറ്റലിലേക്ക് വരണം. നിന്നെ കൂടി ഡോക്ടറെ കാണിക്കാമല്ലോ. അത് ആ പെയിൻ അല്ല, റെഗുലർ ആയിട്ട് മന്ത്ലി വരുന്ന ലേഡീസ് പ്രോബ്ലം. ശരി വസു, അഖിലിനെ നമുക്ക് കൊണ്ടുപോവാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരില്ലേ ചേച്ചി? നമ്മളിൽ ഒരാൾ ഈ വീട്ടിലുണ്ടാകണം. സാരമില്ല ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ തനിച്ച് മാനേജ് ചെയ്തോളാം. ചേച്ചി വീട്ടിലിരുന്ന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. നമുക്ക് പോയിട്ട് വരാം അഖിൽ. ആ നീ എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? അഖിലിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാമായിരുന്നില്ലേ? നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിക്ക് പോണ്ടേ ആന്റി? ഭർത്താവിനേക്കാൾ പാർട്ടി അവക്ക് വലുത്. ദാ ഫ്രണ്ട് വിളിക്കുകയാണ്. എന്തേ റാണി, പ്ലേസ് ഡിസൈഡ് ചെയ്തോ? ഇല്ല കാർത്തികേ, എല്ലാവരുടെ വീടും ബിസി ആയിരിക്കുവാ. നമുക്ക് ഇനി ഒരു ദിവസം പാർട്ടി നടത്താം, ഓക്കെ? പാർട്ടി എന്തിനാ പോസ്റ്റ്പോൺ ചെയ്യുന്നേ? ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ ആരും തന്നെ ഇല്ല. ഡ്രിങ്ക്സും വാങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വാ, അടിച്ചു പൊളിക്കാം. എന്താടി നിന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നേ? ഭാവനല്ലേ ഇവിടെ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ ആന്റി? ഈ വീട്ടിൽ എനിക്ക് പങ്കില്ലേ? എന്റെ ഫ്രണ്ട്സിന് എനിക്ക് പാർട്ടി കൊടുക്കാൻ പാടില്ലേ? ഞാൻ ആരെ പേടിക്കണം? നിനക്ക് ഈയിടെയായിട്ട് ധൈര്യത്തിൽ കൂടുതലാവുന്നുണ്ട്. ഭയന്നിരുന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഇപ്പൊ എത്തും, ആന്റി റെഡി ആയിക്കോ. എന്താ അഖിൽ നീ ആലോചിക്കുന്നേ? ഡോക്ടർ എന്ത് പറയുമെന്ന് ആലോചിച്ചാണോ? ഡോക്ടറെ പറ്റിയൊന്നും അല്ല എടുത്തി, കാർത്തിയെ കുറിച്ച് ആലോചിക്കുന്നേ. അത് റെഗുലർ പെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതങ്ങ് മാറിക്കോളും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവൾ പറഞ്ഞത് എടുത്തി അതുപോലെ വിശ്വസിക്കുക. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾക്ക് വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല അഖിൽ, നിന്നെ അവൾക്ക് വലിയ ഇഷ്ടാ. വെറുതെ അവളെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവണമെന്ന് എടുത്തിയുടെ ആഗ്രഹം. എന്നാൽ കാർത്തിക അവൾക്ക് സ്വന്തം കാര്യം വലുത്. അവളോട് എത്രയെന്ന് പറഞ്ഞ് ക്ഷമിച്ചു കൊടുക്കുക. ശിക്ഷിക്കാനായിട്ട് അവൾ അന്യൊന്നും അല്ലല്ലോ അഖിൽ. നിന്റെ ഭാര്യ അവള്, എൻ്റെ അനിയത്തിയാ. കയ്യിലോ കാലിലോ മുറിവ് പറ്റിയ ചികിത്സിച്ച് ഭേദമാക്കാന്നല്ലാതെ മുറിച്ചു കളയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാ കാർത്തികയും. അവളെ മാറ്റിയെടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് നീ എഴുന്നേറ്റ് നടക്കണം. അതിലാ ഇനി നിന്റെ ശ്രദ്ധ വേണ്ടത്. എടുത്തി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും സൂയിസൈഡ് ചെയ്യുമായിരുന്നു. എന്താകിൽ ഇങ്ങനെയൊക്കെ പറയുന്നേ? മരിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എടുത്തി എനിക്ക് പുനർജന്മം തന്ന അമ്മയാ. എനിക്ക് എടുത്തി എന്ന് പറഞ്ഞ ദൈവം തന്നെയാ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഉണ്ണിയെപ്പോലെ എടുത്തിട്ട് മകനായിട്ട് ജനിക്കണം. ഇപ്പൊ പോലും നീ എനിക്ക് മകനാണ് അഖിൽ. എനിക്കും നിന്റെ ചേട്ടനും നീ മൂത്ത മകനാണ്. നിന്റെ ചേട്ടന് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നോ അത് എന്നെക്കാളും നിനക്ക് നന്നായിട്ട് അറിയില്ല അഖിൽ. അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്നാ. ഒരു വിധത്തിലും ഞങ്ങളെ വിട്ട് പിരിയണമെന്നുള്ള ആലോചന നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. എൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നത്. പക്ഷെ നിങ്ങളെ വിട്ട് പിരിയാനാവില്ല. നിന്നെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാ. നിന്റെ വേദന ഞങ്ങളുടെയും വേദനയാ. നിന്നെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തില് നിനക്ക് നടക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിന്നെ പ്രതീക്ഷിച്ച ഒരു കുടുംബമുണ്ട്. ധൈര്യത്തോടെ ഇരിക്കകിൽ. താങ്ക്സ് എടുത്തി.
ആരാ നിങ്ങളൊക്കെ? എന്തിനാ വന്നിരിക്കുന്നെ? ഞങ്ങളെല്ലാരും കാർത്തികയുടെ ഫ്രണ്ട്സാ. ഞങ്ങളെ കാർത്തികയെ ഇൻവൈറ്റ് ചെയ്തത്. കാർത്തിക വയറുവേദന എന്ന് പറഞ്ഞ് കിടക്കുക. നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ. ഇപ്പൊ എന്റെ വയറുവേദന കുറഞ്ഞു വേട്ടത്തെ. ഇവരെയൊക്കെ ഞാനാ വരാൻ പറഞ്ഞ. എന്തിന്? വെറുതെ ഒരു ജോളിയായി പാർട്ടി വെക്കാന്ന് വിചാരിച്ചു. ഹായ് റാണി. ഹായ്. അഞ്ജലി, മൃദുല, ഭാർഗവി എങ്ങനെയുണ്ട്? സുഖമാണ്. വരൂ, മുറിയിലേക്ക് പോവാം. ഹായ്. ആരാ കാർത്തിക ഇവര്? നിന്റെ ഇളയമ്മയാണോ അതോ മുത്തശ്ശിയാണോ? നുനോ, ഇവരെന്റെ ആന്റിയാ. കാണാൻ ഇത്തിരി പ്രായം തോന്നിയെങ്കിലും എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രായമേ ഉള്ളൂ. പേര് സുമ. ഇനി കല്യാണം കഴിച്ചിട്ടില്ല. ഇതാരാ? നിന്റെ വീട്ടിലെ ജോലിക്കാരിയാ? അയ്യോ അല്ല, ഈ വീട്ടിലെ ആള് തന്നെയാ. എന്റെ ചേച്ചിയെ പോലെയാ. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കാർത്തിക എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാർത്തിക, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താ കാർത്തിക ചെയ്യുന്നത്? വയറുവേദന എന്ന് കള്ളം പറഞ്ഞ് അഖിലിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാതെ വീട്ടിലിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി പാർട്ടി എന്ന് പറയുന്നു. ഓഫീസിൽ പോയ നിന്റെ ഏട്ടന്മാര് ഹോസ്പിറ്റലിൽ പോയ അഖിലും വസും ഒക്കെ തിരിച്ചു വന്ന നിന്റെ അവസ്ഥ എന്താവും? എന്താകാൻ പോവാ? ഫ്രണ്ട്സിന്റെ ഒപ്പം പാർട്ടി കൂടുന്നത് തെറ്റാണോ? അത്രയും ഫ്രീഡം പോലും എനിക്ക് ഈ വീട്ടിലില്ലേ? അങ്ങനെയല്ല കാർത്തിക, പ്ലീസ്. എന്റെ പാർട്ടി മൂഡ് ഇല്ലാതാക്കിയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. എൻജോയ്. എന്താ കാർത്തിക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ. 1 സെക്കൻഡ്. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. Kudukku puttiya kuppayam uduthu mandana kaalatte midukki pinne ennude nenjin nadukirunnavalane nee, nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ല. കാർത്തിക, സ്നാക്സ് വാങ്ങിക്കൊണ്ടുവരാൻ മറന്നു. അവരെ വിളിച്ചെന്തെങ്കിലും കൊണ്ടുവരാൻ പറയൂ. ഓക്കെ. ഭാവനയെടുത്തി, ഭാവനയെടുത്തി, കുറച്ച് സ്നാക്സ് കൊണ്ടുവരുമോ? എടി ഭാവനെ, ടച്ചിങ്സിന് എന്തെങ്കിലും എടുത്തോണ്ട് വാ. എന്റെ ഇളയമേത് കൊച്ചുകുട്ടികളുടെ കൂടെ നിങ്ങളും. ഞാനും കൊച്ചുകുട്ടി തന്നെയാ. ഇവരെക്കാൾ 2 വയസ്സിന് മൂത്തത്. അഭിയും വസും വന്ന് കണ്ട അത്ര നന്നായിരിക്കില്ല. എന്ത് നന്നായിരിക്കില്ല? ഈ വീട് അവരുടെ 2 പേരുടെ മാത്രമല്ല, എല്ലാവർക്കും കൂടി ഉള്ളതാ. നീ പോയി സ്നാക്സ് എടുത്തോണ്ട് വാ. കാർത്തികേ, പെട്ടെന്ന് അവസാനിപ്പിക്ക്. ആരെങ്കിലും വന്ന് കണ്ട മോശം. എപ്പോ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന് പോയേ സ്നാക്സ് കൊണ്ടുവന്നേ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അബി. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. നമുക്ക് നമ്മുടെ സ്വത്തൊക്കെ കിട്ടി, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. സംസ്കൃതി ഇവന്റ് റീസ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ചെയർമാനായിട്ട് നീ എന്നെ തിരഞ്ഞെടുത്തു. ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുക. അമ്മയും അച്ഛനും ഇവിടെ ഇല്ലെങ്കിലും നീയും വസുവും നമ്മുടെ കുടുംബത്തെ അവർ നോക്കുന്ന പോലെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാട്, ക്ഷമാശീലം, ആത്മാർത്ഥത നമ്മളെല്ലാവരെയും
രക്ഷിച്ചിരിക്കുകയാണ്. സ്വത്തെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നീ ഇറങ്ങിയത്. എന്നാൽ ആ സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തി ഞങ്ങൾ നടുറോടി നിൽക്കുമ്പോൾ ഞങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു. കാവ്യയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഓരോ തവണയും നീ ഞങ്ങളെ മാക്സിമം സഹായിച്ചു. കഷ്ടപ്പാടെല്ലാം നിങ്ങളെടുത്തിട്ട് സന്തോഷം ഞങ്ങൾക്ക് തന്നു. നിങ്ങളില്ലായിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലായിരുന്നു. അതൊന്നും വേണ്ട. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ നാളെ ഇവൻ്റെന് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. അഖിലിനെ സ്വന്തം മകനെ പോലെ ബസ് നോക്കുന്നത്. വേഗം അവൻ്റെ കാല് ഭേദമാകണമെന്നാണ് അവളുടെ പ്രാർത്ഥന. നിങ്ങൾ രണ്ടുപേരും ദൈവങ്ങളാണ് ബി. എങ്ങനെയോ അറിയാതെ നിങ്ങൾ മനുഷ്യരായിട്ട് ജനിച്ചെന്നേ ഉള്ളൂ. ഈ കടമൊക്കെ ഞാൻ എങ്ങനെ തീർക്കുമെന്നോ. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ? നാളത്തെ ഈവൻ്റ് ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും നമുക്ക് വിജയിപ്പിക്കണോ ബി. എൻ്റെ ഫസ്റ്റ് ഈവൻ്റ് ആണേ. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും നോക്കേ വേണ്ട. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കിയാൽ മതി. അവർ തന്ന അഡ്വാൻസ് അല്ലാതെ ഇനി ഒരു 10 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ ഈവൻ്റ് നമുക്ക് ഗ്രാൻഡ് ആക്കാം. അബി, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ഇല്ല ഏട്ടാ, ഇല്ല. ഏട്ടാ ഒരു മിനിറ്റ്. ശരി അബി. ആ ഹലോ വിജയ്. ഹലോ, പറ ബി. ഞാൻ പറഞ്ഞ ക്യാഷ് റെഡിയായോടാ? ആ, റെഡിയായി. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരണം. 2-3 ദിവസമോ? 10 ദിവസം ഞാൻ ചോദിച്ചല്ലടാ. സോറി അബി, 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാൻ പറ്റുമെങ്കിലേ എനിക്ക് ക്യാഷ് തരാൻ പറ്റൂ. ശരി, എൻ്റെ ഓഫീസിലേക്ക് കൊടുത്തോട്. ഓക്കേടാ. താങ്ക് യു. എന്തോ അബി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല ഏട്ടാ, വണ്ടിക്കകത്ത് കറക്റ്റായിട്ട് റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയേ ബി. എന്തൊക്കെ സംഭവിച്ചാലും നാളെ നമുക്ക് ഈവൻ്റ് സക്സസ് ആക്കണം. അതുകൊണ്ട് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. എൻ്റെ ഒപ്പം നീ ഉണ്ടല്ലോ ബി. ഉറപ്പായിട്ടും നമ്മുടെ ഈവൻ്റ് വിജയമായിരിക്കും. നാളെ ഈവൻ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലൊരു സക്സസ് പാർട്ടി നടത്തണം. ഒരു അടിപൊളി ഗ്രാൻഡ് പാർട്ടി. നമ്മളൊന്ന് അടിച്ച് പൊളിച്ചിട്ട് കുറച്ച് ദിവസം ആയില്ലേ? Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Take it slow. You know, there's no time for parties, and there's no time to say, and there's no time to party, no time to say. So much of love and no time to play. People them I think when they see. കാർത്തിക, ഇതോടെ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഒന്ന് പോയേ, ഇപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത്. പോയേ. വേണേ നീ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തോടി. ഈ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് ഡാൻസ് ചെയ്തോ. ഛേ, ഇവരോട് നിർത്താൻ പറഞ്ഞ് നിർത്തുമില്ല. അഭിയോ വസു വീട്ടിലേക്ക് വന്നത് കണ്ട എന്താവും? ഇതുവരെയുള്ള റിപ്പോർട്ട്സ് കാണിക്കുന്നത് നീ ഓക്കെ ആണെന്നാ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നീ ഉടനെ എഴുന്നേറ്റ് നടക്കുന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നെ സമാധാനിപ്പിക്കാൻ എടുത്തി പറയുന്നല്ലേ ഇതൊക്കെ? എൻ്റെ കാലിനെ പറ്റി എനിക്ക് അറിയാത്ത കാര്യമാണോ? ഈ ഡിപ്രഷനൊന്നും വേണ്ട അഖിൽ. നീ ധൈര്യത്തോടെയും സമാധാനത്തോടെയും ഇരുന്നാ ഇതെല്ലാം മറികടക്കാൻ പറ്റും. ഞാൻ എങ്ങനെ കഴിയാൻ ആഗ്രഹിച്ചാലും കാർത്തിക് അതിനെ സമ്മതിക്കില്ല എടുത്തി. ദിവസം ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അവള്. എനിക്കാണെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെയൊന്നുമില്ല. ഞാൻ കാർത്തികയോട് പിന്നീട് സംസാരിക്കാം. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നോക്ക്.
എല്ലാരും വന്നോ? വരൂ, വാ. ഇവിടെ വെക്ക്. ഇങ്ങത്താ. ആരാ വല്യമ്മ അവരൊക്കെ? കാർത്തികയുടെ ഫ്രണ്ട്സാ ഉണ്ണി. എന്തിനാ അങ്ങനെ ബഹളം വെക്കുന്ന വല്യമ്മേ? അവര് പാർട്ടി നടത്തുക മോളെ. വീട്ടില് അമ്മയും അച്ഛനും ഇല്ലേ വല്യമ്മേ? പുറത്ത് പോയിരിക്കുക. അവര് വരുന്നതിന് മുന്നേ ഇവര് പൊയ്ക്കോളും. 3 പേരും പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ കളിക്കാൻ പോവാം. ഓക്കേ ചേട്ടാ. എന്താ ചേട്ടാ ഇത്? ഡിസ്റ്റർബൻസ് കൂടുതലായല്ലോ. ആ സൗണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. കുറച്ചു നേരം കഴിയുമ്പോ അവരങ്ങ് പൊയ്ക്കോളുന്ന് വല്യമ്മ നേരത്തെ പറഞ്ഞതല്ലേ. നമുക്ക് നമ്മുടെ ഹോംവർക്ക് ചെയ്യാം. ഈ ബഹളത്തിനിടയിൽ എങ്ങനെയാ ചേട്ടാ പഠിക്കാൻ കഴിയാ? സൗണ്ട് കുറയ്ക്കാനായിട്ട് ഞാൻ ചെറിയമ്മയോട് പറയാം. വേണ്ട അനു, ചേട്ടനൊന്നും പറയണ്ട, ഞാൻ പോയി പറയാം. അനു, ചെറിയമ്മേ ടി.വി. സൗണ്ട് ഒന്ന് കുറച്ചേ. കുറയ്ക്കില്ല, ഒന്ന് പോയി. ഞങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കുന്നു. ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ചെവി പൊത്തി പിടിച്ചോ. പോ ഇവിടുന്ന്. അപ്പൊ ഞാൻ തന്നെ ഓഫ് ചെയ്തേക്കാം. എടി, എന്തിനാ ടി വി ഓഫ് ചെയ്തേ? ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണ്ടേ? നിങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയേ, ഞങ്ങൾക്ക് പഠിക്കണം. ആരായി കുട്ടി? വിരലിന്റെ സൈസ് പോലുമില്ല, എതിർത്ത് സംസാരിക്കുന്നു. ഇത് നിന്റെ വീടാണോ അവളുടെ വീടാണോ? അതെ, ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയേ. എന്റെ ഫ്രണ്ട്സിനെ പുറത്തു പോകാൻ പറയുന്നു.